പൊതിച്ചോറ് ഓർഡർ ആക്കാം. എനിക്ക് ചേച്ചി ഒരു കസ്റ്റമർ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഉമ്മറിന്റെ ഒക്കും എന്റെ അശുഭ ചേച്ചി, ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല ചേച്ചി. ഇന്ന് ന്യൂ ഇയറിന് നമ്മൾ ചേച്ചി കട്ടാക്കി പോയല്ലേ ലൈവ് ഒരു 1:30 ആയപ്പോ. എന്റെ പൊന്നു അശുഭ ചേച്ചി, ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല. ഇന്നലെ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3 മണി, വെളുപ്പിന് 3 മണി 3:30 ആയപ്പം എനിക്കൊരു കസ്റ്റമർ വന്നു. ഒരു കാസർഗോഡുകാരൻ, ചെറിയ ചെക്കനാ. എന്റെ പൊന്നു അശുഭ ചേച്ചി, ഒന്നും പറയണ്ട, അവിടെ സാമാനം പോകണ്ടേ. ഞാൻ പെട്ട പാട്, എന്നെ കൊന്നു. അവൻ രാവിലെ അവനായിരുന്നു പോകും. ആ ചെക്കൻ വെളുപ്പിന് 3 മണിക്ക് വന്നിരുന്നു. അവൻ ന്യൂ ഇയർ അല്ലായിരുന്നോ, കുടിച്ചിട്ടല്ല വന്നേ. കുടിച്ചിട്ട് വന്നോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. 1.5 മണിക്കൂർ ടൈം എടുത്തു. പൈസ വന്നു, ഞാൻ കാശൊക്കെ മേടിച്ചു. ആ ചക്ക 27 വയസ്സ്, 27 പോലും ആയില്ല, 24, 25 അങ്ങോട്ട് എണ്ണം. കള്ളു കുടിച്ച് വിച്ചായിട്ട് സാധനം പോകും. ഞാൻ ഒരുപാട് ചത്തു. അത് കഴിഞ്ഞ് വെളുപ്പിന് ഒരു കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ വരണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്താക്കി, ഉറങ്ങാണ്ട് ഒരു 6:30 വരെ പിടിച്ചിരുന്നു. ചേച്ചി ഞാൻ വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു നിങ്ങളിപ്പം വരുമോ? ചേച്ചി ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ഓൺ ദ വേ ആണ്, ഞാൻ 6:30 ആകുമ്പം 1 മണിക്കൂർ ടൈമും കൊണ്ട് ഇവിടെ എത്തിട്ടോ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് എൻ്റെ പൊന്നു ചേച്ചി, എനിക്ക് നല്ല ഉറക്കം വന്നിട്ട് പോയി. എന്നിട്ട് ഞാൻ എന്താക്കി, അശോഭ ചേച്ചി ഞാനൊന്ന് മയങ്ങിപ്പോയി. ആ ചെറുക്കൻ വിളിക്കുമ്പോൾ നമുക്ക് എഴുന്നേക്കാലോ എന്ന് വെച്ചിട്ടാ. ഞാൻ അങ്ങനെ ചെക്കൻ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഫോണ് ചെവിടിൻ്റെ അടുത്ത് വെച്ചു. കോള് വന്ന് എഴുന്നേക്കാന്ന് വെച്ചിട്ട് ഞാനെന്താ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. രാവിലെ ഇതിപ്പോൾ പൊന്നു വെച്ച് ആ ചെക്കൻ മെസ്സേജ് വിട്ടേക്കാം, ചേച്ചിനെ എത്ര വട്ടം വിളിച്ചു, ഞാനിവിടെ എത്തി, ഫോട്ടോ ഒക്കെ വിട്ടു തന്നു. മസാജ് സെൻ്ററിൻ്റെ അവനെ കിട്ടിയില്ല. പിന്നെ ചേച്ചി ആ ചെക്കൻ വന്ന് 9:30. പിന്നെ ഞാൻ ഉറങ്ങാണ്ട് 6:30 തൊട്ട് 7, 8, 9 വരെ കാത്തിരിക്കണം അവനെ. ഞാൻ ഉറങ്ങിപ്പോയി, അത് കിട്ടിയില്ല. അവസ്ഥ പോയി. അത് കിട്ടിയത് ഇന്ന് റെൻ്റായാനെ. അശോഭ ചേച്ചി റെൻ്റാവുമായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. എനിക്ക് 9 വരെ കാത്തിരിക്കാൻ പറ്റും, ഉറങ്ങണ്ടേ? മനസ്സിലായോ? അവനെ ഞാൻ പറ്റിച്ചാ. എനിക്ക് മെസ്സേജ് വിട്ടായിരുന്നു. വെളുപ്പിന് 5 മണിക്ക് പറഞ്ഞു, ചേച്ചി ഞാൻ 1 മണിക്കൂർ കൊണ്ട് വരാമെന്ന്. പോട്ടെ, ഞാൻ 6:30 വരെ നോക്കിയിരുന്നു ഉറങ്ങാണ്ട്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വന്നു. വെളുപ്പിന് ഞാൻ ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റപ്പോൾ ഫോൺ നോക്കിയപ്പോൾ പറയും, ചേച്ചി ഞാൻ 9:30 ഇപ്പോൾ അവിടെ എത്തിയത്. പിന്നെ അവനെ വേണ്ടിയിട്ട് ഞാൻ 9:30 കാത്തിരിക്കാം ഉറങ്ങാണ്ട്. പിന്നെ വരട്ടെ, തിരിച്ചു പോയി. എനിക്കും കിട്ടിയില്ല, അവന് യോഗമില്ല. പാവം ചെക്കൻ. ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല. ഇന്നലെ ഒരു കസ്റ്റമറേ ഉണ്ടായുള്ളൂ, ആ കാസർഗോഡുകാരൻ. അവനാണെങ്കിൽ 2 അടിച്ചിട്ടും വന്നു. ഇന്നിപ്പോൾ അറിയില്ല, ഇന്ന് ആരും ഇല്ല വരുമായിരിക്കും.